ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. കഴിഞ്ഞ മാസം 18-ന് തുടങ്ങിയ ചാനലാണ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ബിഗ് താങ്ക്സ്. ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി മുതൽ നമ്മളിടാൻ പോകുന്ന വീഡിയോസിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ എന്ന് പറയുന്നില്ല. ഇനി അങ്ങോട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർ എല്ലാവരും തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പറയാതെ തന്നെ നമ്മളെ കൂടെ കൂടട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും. ഉദാഹരണത്തിന് ജനനം, പിന്നെ വീട്ടിൽ കൂടൽ, കല്യാണത്തിന് പോക്ക്, മേക്കപ്പ് ഇടൽ, ഗ്രോൺ അപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവർ എന്താ പറയുക, ഈ ഒരു യൂട്യൂബ് വഴി ആൾക്കാരെ കാണിപ്പിക്കും. അതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് കുടുംബക്കാരെ വെച്ചിട്ട് ആക്ടിങ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഫാമിലി വ്ളോഗേഴ്സ് ഞാൻ പറയുന്നത് ഈ ഉപ്പും മുളകും ലൈറ്റ് അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർ പുറത്ത് പോകുന്നത്, നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിലുണ്ട്. അതേപോലെ ഒരു സംഭവമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. നമുക്കതിനെ യൂട്യൂബ് പ്രഗ്നൻസി എന്ന് പറയാം. പ്രഗ്നൻ്റ് ആയി ആ ഒരു കാർഡ് കാണിക്കുന്ന ടൈം മുതൽ ആഫ്റ്റർ ഡെലിവറി ആ കൊച്ചു വളരുന്ന എല്ലാ സ്റ്റേജ് വരെ ആ യൂട്യൂബിൽ അവർ പബ്ലിഷ് ചെയ്യും. ഈ വീഡിയോ കണ്ടോ നിങ്ങൾ? ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സിനെയും അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി കാര്യങ്ങൾ ഈ യൂട്യൂബ് വഴി കണ്ടന്റ് ആക്കിയിട്ട് ഒരു വർഷം 2 വർഷം തള്ളി നീക്കേണ്ട ഒരു സംഭവമാണ് ഒരു ഒറ്റ ഷോർട്സിൽ ഈ പുള്ളിക്കാരി അങ്ങോട്ട് അടിച്ച് കലക്കി കൈ കൊടുത്തേക്കുന്നത്. എന്തായാലും അങ്ങനത്തെ കണ്ടന്റ് ഉള്ളവർ അവരുടെ വരുമാന മാർഗം അതാണെങ്കിൽ അവരത് ചെയ്തിട്ട് പോട്ടെ അല്ലേ. അങ്ങനെ ഒരു കണ്ടന്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദിയ കൃഷ്ണ ഫാമിലിയിലെ ദിയ കൃഷ്ണ എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസി കാർവിങ്സിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബ്സിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് പേരിടുന്ന ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ചർച്ച വരുന്നത്. ആര് പേരിടണം, എങ്ങനത്തെ പേരിടണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദിയ കൃഷ്ണൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചെറിയൊരു വിവാദം, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ മറ്റേ വിജയ് മാധവന്റെ കുഞ്ഞിനെ പേരിടൽ ചടങ്ങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വെറൈറ്റി പേര് കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്തിട്ട് അലക്കി ലാസ്റ്റ് ഇനി പേരിടുന്നില്ല എന്ന് വരെ വിജയ് മാധവ് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മുടെ ദിയ കൃഷ്ണ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു വീഡിയോ പ്ലേ ചെയ്യാം, ശേഷം കാര്യങ്ങൾ സംസാരിക്കാം. You have assigned that job to my mother. എൻ്റെ അമ്മയാണ് നമ്മുടെ ഫാമിലി എല്ലാ ബേബീസിനും ബ്യൂട്ടിഫുൾ സാൻസ്ക്രിറ്റ് നെയിംസ് ഇട്ടിട്ടുള്ളത്. ഷീ ഈസ് സ്മാർട്ട് ഇനഫ് ടു ദാറ്റ്. അമ്മ ലാസ്റ്റ് മിനിറ്റ് ഗേൾ പേര്, ബോയ് ബേബിയുടെ പേര് എല്ലാം കൊണ്ടുവരും. അതിനകത്ത് നമുക്ക് സർപ്രൈസ് ആയിട്ട് ആരാണ് ഇറങ്ങി വരുന്നത് നമ്മൾ സ്പോട്ടിൽ അമ്മ പറയുന്ന പേരങ്ങ് ഇടും. കാരണം സജസ്റ്റ് ചെയ്യുന്ന പേര് എന്തായാലും നല്ല അടിപൊളി പേരായിരിക്കും. What do you think, girl or boy? I personally want a girl. I shouldn't say that. I need a healthy baby. Of course, like everybody, we both need a healthy baby. But personal preference, girl. I want a boy. You wanted a girl. അല്ലെങ്കിൽ നാളെ ഈ ബ്ലോഗ് കാണാൻ നേരത്ത് But he personally wanted a girl. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ആ വീഡിയോ. ദിയ കൃഷ്ണന്റെ കൊച്ചിന്റെ പേര് ഇടാൻ തീരുമാനിച്ചിരിക്കുന്ന ആള് ദിയ കൃഷ്ണന്റെ അമ്മയാണ്. ദിയയുടെ അമ്മ പേരിടുമെന്നാണ് ദിയ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അശ്വിനോ അശ്വിന്റെ വീട്ടുകാർക്കോ പേരിടാനുള്ളൊരു അവകാശം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അവരോടും കൂടെ ചോദിച്ച് ആക്കി തീരുമാനിക്കൂ, സ്വന്തം അമ്മേനെ തന്നെ ഏൽപ്പിക്കല്ലേ, ഇങ്ങനെ സെൽഫിഷ് ആവല്ലേ എന്നൊക്കെയാണ് ദിയ കൃഷ്ണയ്ക്ക് നേരെ വരുന്ന പരാതികൾ, കുറ്റപ്പെടുത്തലുകൾ, കാര്യങ്ങളൊക്കെ. ഈ പേരിടൽ ചടങ്ങ് സാധാരണ ചെയ്യുന്നത് അച്ഛന്റെ വീട്ടുകാർ തന്നെയാണല്ലേ. അവര് തന്നെയാണ് നല്ലൊരു പേര് കണ്ടുപിടിച്ച് ഇടുന്നത്. അവര് പെണ്ണ് വീട്ടുകാരോട് കാര്യങ്ങൾ ചുരുക്കം ചില ഫാമിലീസ് ആലോചിക്കുന്നുണ്ടോ അറിയില്ല. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അച്ഛന്റെ വീട്ടുകാർ തന്നെയാണ് പേരിടുന്നത്, കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാർക്ക് അത് ചെയ്തുകൂടാ? അതാണ് ഇവിടുത്തെ ചോദ്യം. എന്തുകൊണ്ട് ചെയ്തു? ചിലപ്പോൾ പറയും പാരമ്പര്യം അങ്ങനെയാണ്, ട്രഡീഷൻ അങ്ങനെയാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ പേരിടൽ എന്ന് പറയുന്നത് അവർക്കും കൊടുക്കാമല്ലോ. അവർക്കും താല്പര്യമുള്ളൊരു കേസല്ലേ. എൻ്റെ മകളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്കൊരു പേര് നിർദ്ദേശിച്ച് അത് മറ്റുള്ളവർ അംഗീകരിച്ച് ആ പേരിടണം എന്നുള്ളത്. വിജയ് മാധവന്റെ വരെ അങ്ങനത്തെ പേരൊന്നും വേണ്ട, നല്ലൊരു പേര് കണ്ടുപിടിച്ചിടട്ടെ. ആ പേര് സംസ്കൃതത്തിലായിരിക്കും എന്നും ദിയ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതത്തിലെ പേരൊക്കെ എനിക്ക് തോന്നുന്നു കാണാൻ കൊള്ളായിരിക്കും, അല്ല കേൾക്കാൻ കൊള്ളായിരിക്കും. എന്തായാലും പേരിടൽ നടക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം അശ്വിന്റെ കുടുംബക്കാരെ പേരിടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു പരാമർശം തെറ്റാണ്.
മക്കളുടെ പേര് അച്ഛനും അമ്മയും ഇടുന്നതാണ് എന്തുകൊണ്ടും ശരി. കുടുംബക്കാരെ അതിലേക്ക് വലിച്ചഴക്കാതെ അച്ഛനും അമ്മയും തന്നെ തീരുമാനിച്ച ഒരു പേര് വീട്ടുകാരോട് കുടുംബക്കാരോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ആ പേര് അംഗീകരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലാതെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ ഒരു പേര് ആലോചിച്ച് ഭാര്യ വീട്ടുകാരെയും അത് അടിച്ചേൽപ്പിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണ്. പിന്നെ ദിയാകൃഷ്ണൻ്റെ അമ്മേൻ്റെ കേസായിട്ട് ഇപ്പം ഒരു സ്ത്രീനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയി 7-ാം മാസം മുതൽ പ്രസവം കഴിഞ്ഞ് 3 മാസം പേറ്റുകുളി കാര്യങ്ങൾ അത് ഇത് എല്ലാം കഴിഞ്ഞ് ആ പെണ്ണിനെ തിരിച്ച് ആ വീട്ടിലോട്ട് അയക്കുന്ന സമയം വരെ ആ കുഞ്ഞിൻ്റെയും ആ അമ്മേൻ്റെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പെണ്ണ് വീട്ടുകാരായിരിക്കും. അത് ഒരാചാരമാണ്, അല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യമാണ്. ശരി, സമ്മതിച്ചു. എല്ലാ സ്ത്രീകളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക കമ്മ്യൂണിറ്റീസിലും അങ്ങനെ തന്നെയാണ്. പ്രസവിക്കുന്ന ആ ഒരു സമയം വരെ പ്രഗ്നൻ്റ് ആയ ഒരു ലേഡീനെ നോക്കുക, ശേഷം ഉണ്ടാകുന്ന 3 മാസം ഉള്ള ആ കുഞ്ഞിന് 3 മാസം വരെയുള്ള ആ ഒരു കുഞ്ഞിന് അത്ര കെയർ കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല. 3 മാസം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായ റിസ്ക് കുറയും. കാരണം 3 മാസം വരെയാണ് ഒരു കുഞ്ഞിനെ തട്ടാണ്ടും മുട്ടാണ്ടും ചതയാണ്ടും കൊണ്ടു കിടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സൂക്ഷിച്ചെടുക്കണം, അതിനെ കുളിപ്പിക്കുന്ന രീതികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം അമ്മ പേരിടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൽ ദിയാകൃഷ്ണൻ ഒരു സെൽഫിഷ് ആണ് എന്ന് മറ്റുള്ളവർ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പം അശ്വിന് ഈ തീരുമാനത്തിനെ കുറിച്ച് നേരത്തെ അറിയുമായിരുന്നു അറിയില്ലെന്ന് കാണുന്നത് നമുക്കും അറിയില്ല, നമ്മളത് കുറ്റപ്പെടുത്താനായിട്ട്. ദിയാകൃഷ്ണൻ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അശ്വിൻ അത് അംഗീകരിച്ചു, അത് അവരുടെ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു ലൈനിൽ കണ്ടാൽ മതി. നമ്മളെല്ലാം ഈ കാട് കയറി ചിന്തിച്ച് വിമർശിക്കാൻ പോകുന്ന സമയത്താണ് അത് അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ ആവുക, അല്ലേ? ഇനിയിപ്പം ദിയാകൃഷ്ണൻ്റെ ഫാമിലി ബ്ലോഗിൽ ഇപ്പോൾ പ്രഗ്നൻസി കാർവിങ്സിൻ്റെ വീഡിയോ മുതൽ ഡെലിവറി കഴിയുന്നത് വരെ ഒരുപാട് വീഡിയോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെല്ലാം മുമ്പോട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ നിർത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.